ലോറൻസ്, ഒരു ഗ്ലാസ് എടുക്ക. താനെന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? ചാകര വന്നോ? കസ്റ്റംസുകാര് വല്ല കുഴപ്പമുണ്ടാക്കിയോ? പിന്നെ എന്താന്ന് വെച്ചാ പറയൂ. ശേഖരൻകുട്ടി ചതിച്ചു. ശേഖരൻകുട്ടിയും ആ കിഴക്കൻ ക്രിസ്ത്യാനിയും ചേർന്ന് പങ്കുവച്ചോടം തുടങ്ങി. തനിക്കും തുടങ്ങിയോ ആ ചാണകന്റെ അസുഖം, പരദൂഷണം പറച്ചിൽ? ഞാൻ ആരോട് ആരെ പറ്റിയാ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം. പരിപൂർണ ബോധ്യമില്ല, ഞാൻ ഒന്നും പറയില്ല. എവിടെ അവരുടെ സ്ഥലം? നമ്മുടെ പഴയ സ്ഥലം തന്നെ, റോക്ക്ഫോർട്ട് ഗാർഡൻസ്. ഈ മീൻ്റെ അകത്തെ പണി കൊള്ളാലോ കോസ്റ്റ. ഇനി എന്തെല്ലാം പണി കിടക്കുന്നു. കോസ്റ്റ, നമ്മൾ ദുബായിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ? ഏയ്, നമ്മൾ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന പിള്ളേരല്ലേ, കമാന്നൊരു അക്ഷരം മിണ്ടില്ല, പറയുന്നത് പോലെ ചെയ്തോളൂ. ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും? നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരൻകുട്ടിയല്ലേ കൂടെ ഉള്ളത്. അത് ശരി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ട് പുതിയ പങ്കുവച്ചോടം? വഞ്ചനയും ചതിയും ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. നീ തന്നെ പറഞ്ഞ വാചകമാണിത്. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. നിനക്കിഷ്ടമില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടെന്ന് അല്ലേ? നട്ടലുള്ള ആണായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന്. എനിക്കിപ്പോഴൊരു കാര്യം അറിയണം. നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ അല്ലയോ എന്ന്. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. 4 കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ്. നീ ശേഖരൻകുട്ടിയെ ഒരു ചുക്കും ആക്കിയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ബോസ് മീ. നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരം ഉണ്ടെങ്കിൽ അതം കളഞ്ഞേര്. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. നമുക്ക് പിരിയാം. കം ഓൺ, വി വിൽ പാർട്ട്. ബുദ്ധിമുട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് പാർട്ട്ണർഷിപ്പ് പിരിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കണം, അല്ലെങ്കിൽ നടത്തും. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ലോറൻസ്. ജാക്കി, യു വിൽ റിഗ്രറ്റ്. 32 ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും. ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോകില്ല. ഐ പിറ്റി യു ബാസ്റ്റാർഡ്. ഒരെഴുത്ത് ചൊല്ലു സാർ. സാഗറിന് ഞാൻ ഈ എഴുത്തെഴുതുന്നത് പേടിച്ചു വിറച്ചുകൊണ്ടാണ്. ഇവിടെയുള്ളവർ ഓരോന്ന് പറയുന്നു. സാഗറും ശേഖരൻകുട്ടിയും തെറ്റിയെന്നും ഭയങ്കര വഴക്കാണെന്നും അയാൾ സാഗറിനെ ഉപദ്രവിക്കുന്നും മറ്റും. സാഗറിനെ അയാൾ... എനിക്കിവിടെ ഒരു മനസമാധാനവും ഇല്ല. രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല. എനിക്ക് സാഗറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ എഴുത്തു കൊടുത്തയച്ചത്. കണ്ടില്ലേ, ഇപ്പൊ മനസമാധാനമായില്ലേ?
ആദ്യമായിട്ടാ എന്റെ കാമുകി എനിക്കൊരു കത്തെഴുതുന്നത്. പക്ഷേ ഉള്ളടക്കം മോശമായി പോയി. അല്ല, ഇങ്ങനെയാണോ ഒരു കാമുകി കത്തെഴുതുന്നത് എന്ന് ചോദിച്ചു പോയതാ. ജ്യോതി, നീ എന്തിനാ അവരും പറയുന്ന കേട്ട് വിഷമിക്കുന്നത്? നീ വിചാരിക്കുന്ന തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഞാനും ശേഖരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, പങ്കുവെച്ചോടെ നിർത്തി. പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്നു കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല. ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത്. എന്താ, സമാധാനമായില്ലേ? ദൈവമേ, ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു. ആദ്യമായി എന്റെ കാമുകിയുടെ മുഖത്ത് വിരഹവേദനയില്ല, കണ്ണുനീരില്ല, കരച്ചിലില്ല. ഞാൻ വരട്ടെ. Yes. Come in. ഇരിക്കൂ. ഞാൻ ജോർജിനോട് ഇവിടെ വരാൻ പറഞ്ഞത്, ജോർജ് വീട്ടിൽ വന്നാൽ ആരെങ്കിലും വാച്ച് ചെയ്യും. ഐ വാണ്ട് ടു അവോയ്ഡ് ഇറ്റ്. ജോർജ് ഈ നമ്പറുകൾ എനിക്ക് ടാപ്പ് ചെയ്ത് തരണം. ഇതിൽ CM-ന്റെ റെസിഡൻസ് നമ്പർ ഉണ്ടല്ലോ. ഉണ്ട്. ശേഖരൻകുട്ടി അവിടെയാണ് താമസിക്കുന്നത്. CM-ന്റെ പൊളിറ്റിക്സിലോ പേഴ്സണൽ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല. ശേഖരൻകുട്ടിയുടെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമില്ല. എനിക്കെതിരായി എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ എനിക്കത് അറിയണം, അത്രേ ഉള്ളൂ. എന്താ, ജോർജിന് ബുദ്ധിമുട്ടുണ്ടോ? ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതല്ലേ? ജോർജ്, ജോർജിന് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സുഭാഷ്, ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്കി ഒരാൾ വരും. അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയണം. ഈ ഡോളറിന്റെ പകുതി അയാൾ തരും. ശരിയാണോ എന്ന് ഒത്തുനോക്കണം. ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം. ശരി. അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാർ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ. അറിയാം. ജാക്കി തന്നയച്ചാണെന്ന് പറയണം. എക്സാക്ട്ലി. എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത്. നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട്. പൊയ്ക്കോളൂ. സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക് സ്ക്വാഡ് ചെയ്യാണോ? സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. അതെ, ചെറുപ്പക്കാരൻ, ഇരുനിറം. സോറി, അത് പറയില്ല. സാറിന് സൗകര്യം ഉണ്ടെ പിടിച്ചാൽ മതി. കോസ്റ്റായോ, ആ ചെറുക്കൻ ജാക്കിയുടെ പേര് തന്നെ പറയുവോ, അതോ രണ്ടെണ്ണം കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി നമ്മുടെ പേര് പറയൂ? കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത്? ജാക്കി 1 കണ്ടാൽ ഞാൻ 10 കാണുന്നവന്. നാളെ ഈ സമയത്ത് ജാക്കി ലോക്കപ്പിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കും. ఈ అచ్చాయ నమ్ముకుటి పణియుమో 7 సంవత్సరాలు కారాగ్రహము పట్టండి. മനസ്സിലായില്ലേ? 7 വർഷം ജയിലിൽ തള്ളും. പോടു, ഞാൻ പറയാനുള്ള പറഞ്ഞു. నేను చెప్పినది చెప్పినట్టే.